വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം ഗവർണറുടെ നിലപാടാണ്. ഗവർണറുടെ കാലാവധി ഇനി വളരെ ചുരുക്കം മാസം മാത്രമേ ഉള്ളൂ. ആ ഒരു ചെറിയ കാലാവധിക്കുള്ളിൽ ഇങ്ങനെയാണ് സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട ലിസ്റ്റിലേക്ക് കടന്നു വരേണ്ടത് എന്ന കാര്യം ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സംഘപരിവാർ പ്രീണനം ഏറ്റുവാങ്ങുന്നതിൻ്റെ ഭാഗമായി RSSൻ്റെ സർസംഘചാലകിനെ തന്നെ നേരിട്ട് കാണാൻ ശ്രമിച്ച കാര്യം നമുക്കറിയാം. അദ്ദേഹം ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാനസിക നിലയുടെ കൃത്യമായ അവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗവർണറായിരിക്കുന്ന ഒരു വ്യക്തി സംസ്ഥാന സർക്കാരിനെതിരെയും കേരളത്തിനെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലകൾ ഒരു ഗവർണർക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ടതാണ്. സംഘപരിവാർ വേദികളിലാണ് അദ്ദേഹം ഇത്തരം വിമർശനങ്ങൾ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ഗവൺമെൻറ് രാഷ്ട്രീയമായി സർവകലാശാലകളിൽ ഇടപെടുന്നു. അത് പറയുന്നത് ചാൻസലർ കൂടിയായ ഗവർണറാണ് എന്നുള്ളതാണ് ഗൗരവം. ആരാണ് ഇടപെടുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്കെല്ലാം പകൽ വെളിച്ചം പോലെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ RSS സംഘപരിവാർ വിഭാഗങ്ങളുമായിട്ടുള്ള അടുത്ത ബന്ധം, ആ ബന്ധം വെച്ചുകൊണ്ട് അവരുടെ അജണ്ട ഔപചാരികമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഗവർണർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിപ്പോഴും എല്ലാവർക്കും വ്യക്തമായി. വൈസ് ചാൻസലർമാരുടെ കാര്യത്തിലെടുത്ത നിലപാട്, ഇപ്പോൾ ഏറ്റവും അവസാനമായി കാലിക്കറ്റ് കേരള സർവകലാശാലയിലേക്കുള്ള ഭരണഘടന വിഭാവന ചെയ്യുന്ന കാഴ്ചപ്പാടുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആദ്യം UDFകാർക്കും BJPക്കാർക്കും വേണ്ടിയുള്ള പ്രവർത്തനവും പിന്നീട് UDFനെ അങ്ങോട്ട് ഒഴിവാക്കി സംഘപരിവാർ വിഭാഗത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള നോമിനേഷനും കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ്. അദ്ദേഹത്തിന് ഇവിടെ നിന്നാണ് അദ്ദേഹം സമർപ്പിച്ച ലിസ്റ്റിലുള്ള പേര് വന്നത് എന്നതിന് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. സംസ്കാരരഹിതമായ പ്രവർത്തനവും ഭീഷണിയുമെല്ലാം ഉപയോഗിക്കുന്ന ഒരു നിലയിലേക്ക് ഗവർണർ തരംതാണിരിക്കുകയാണ്. ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളോട് ഗവർണർ നടത്തിയ പരാമർശങ്ങൾ ഒരു സാധാരണ പൗരന് പോലും യോജിച്ചതാണോ എന്ന് സ്വയം പരിശോധനയ്ക്ക് അദ്ദേഹം വിധേയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. സംഘപരിവാർ വിഭാഗങ്ങളെ സർവകലാശാലകളിലേക്ക് തിരികെ കയറ്റിക്കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന നിലപാട് ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഗവർണർക്ക് ഭരണഘടന നൽകിയിട്ടുള്ള പദവിയും അധികാരവുമുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ പെരുമാറ്റവും നിലപാടും ഭരണഘടനാപരമായിട്ടുള്ളതാണെന്ന് ആർക്കും പറയാനും അവകാശപ്പെടാനും സാധിക്കുന്നതല്ല. ഫയലുകൾ പിടിച്ചുവെക്കുന്ന കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ച സമീപനത്തെ സുപ്രീം കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായി കേരള സർവകലാശാലയിലെ സെനറ്റിലേക്ക് നടന്ന നാമനിർദ്ദേശം തെറ്റായിരുന്നു എന്ന വിമർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കോടതി തന്നെ ആ നടപടി 4 പേരുടെ കാര്യത്തിൽ സ്റ്റേ ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യവും അതേപോലെ തന്നെ ചെയ്തതാണ്.
4 പേരുടെ നോമിനേഷൻ സ്റ്റേ ചെയ്തതുപോലെ യഥാർത്ഥത്തിൽ എല്ലാവരുടെയും നോമിനേഷൻ സ്റ്റേ ചെയ്യേണ്ടുന്നതാണ് നിയമപരമായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ പെരുമാറുന്ന ഘട്ടത്തിൽ പ്രതിഷേധം ഉയർന്നു വരിക സ്വാഭാവികമാണ്. ആ പ്രതിഷേധമാണ് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് യഥാർത്ഥത്തിൽ ഗവർണർ കാണിക്കേണ്ടത്.